68ാമത് ദേശീയ പുരസ്കാരം വിതരണം ചെയ്യുമ്പം നമുക്കൊക്കെ ഏറ്റവും സന്തോഷം മലയാളത്തിന് നിരവധി അവാർഡുകളുണ്ട്. അതിലുപരി നഞ്ചിയമ്മയ്ക്ക് അവാർഡ് കിട്ടുന്നത് എന്നതാണ്. അപ്പം നഞ്ചിയമ്മയും ആ അവാർഡിന് കാരണക്കാരനായ സച്ചിയുടെ ഭാര്യയും കേരള ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ അവാർഡ് വാങ്ങിക്കാനായിട്ടെല്ലാം ഒരുങ്ങി നിൽക്കുകയാണ്. ഇന്നലെ റിഹേഴ്സലൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏത് വഴി കൂടെ പോയി ഏതിനെ വാങ്ങി ഏതിനെ ഇറങ്ങണം അങ്ങനെയെന്ന് അവർ റിഹേഴ്സലൊക്കെ ഇന്നലെയൊക്കെ എടുത്ത് തന്നു. അപ്പോൾ അതിന് അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ തന്നെ പോകണം ഇങ്ങനെ തന്നെ വരണം എന്നിട്ടാണ് നമ്മൾ കയറി അതിനെ പഠിച്ചു. അപ്പോൾ അത് നല്ല കാര്യമാണ്. നമ്മൾ കുറേ നേരം അതിനെ തന്നെ ഇരുന്നു. കുറേ നേരം ഇരുന്നിട്ട് ഒരു 6-7 മണിക്കാണ് നമ്മൾ ഓഫീസിൽ വന്നു. അപ്പോൾ അത് ഒരു സന്തോഷമായി. എന്താ അവാർഡ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇവിടെ ഡൽഹിയൊക്കെ കാണുകയാണോ അതോ തിരിച്ച് അട്ടപ്പാടിയിലേക്ക് തന്നെയാണോ? എങ്ങനെ ഒരു പരിപാടികൾ എങ്ങനെയാണ്? അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ അവാർഡൊക്കെ വാങ്ങിയിട്ട് ഇവിടെ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ സന്തോഷമായിട്ട് അവാർഡ് വാങ്ങി നമ്മുടെ രാജ്യത്തിന് തിരിഞ്ഞു പോകാം. അതാണ് സന്തോഷം. ഈ ഒരു അവാർഡിലേക്ക് വരുമ്പം സച്ചിയുടെ ഒരു കഥ, അതിൽ നിരവധി അവാർഡുകൾ മലയാളത്തിന് കിട്ടുന്നു. അപ്പോൾ ഈ ഒരു അവാർഡ് വാങ്ങിക്കുമ്പോൾ ഒരു സന്തോഷം അതെങ്ങനെയാണ്? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഒരുപാട് ഭാഷകളിലെ ഒരുപാട് ഡയറക്ടേഴ്സിനെയും എല്ലാവരെയും കാണാൻ പറ്റി. അവരെല്ലാവരും സച്ചിയെക്കുറിച്ച് പറയുമ്പോഴും അയ്യപ്പനെ കോശിയെയും കുറിച്ച് പറയുമ്പോഴും ഒത്തിരി അഭിമാനം തോന്നുന്നുണ്ട്. പക്ഷേ ഈ ഒരു നിമിഷത്തിന് സാക്ഷിയാവാൻ സച്ചി ഇല്ല എന്നുള്ളൊരു വിഷമം, അത് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ ഒരു അവാർഡ് അർഹിക്കപ്പെട്ടതിന്, സച്ചിയുടെ പേര് അർഹിക്കപ്പെട്ടതിന് ഒത്തിരി സന്തോഷമുണ്ട്. അതിലുപരി നഞ്ചിയമ്മയുടെ ഈ അവാർഡ് ഒരു ചരിത്ര മുഹൂർത്തമായി മാറാൻ പോവുകയാണ്. അപ്പോൾ സച്ചിയുടെ ഒരു വാചകമുണ്ട്, ഞാൻ ചരിത്രം തേടുന്നില്ല, എന്നെ തേടുന്നവർക്ക് ഒരു ചരിത്രം. ആ ചരിത്രമാണ് നഞ്ചിയമ്മ ഇന്ന്, ആ ഒരു മുഹൂർത്തത്തിനാണ് നഞ്ചിയമ്മ ഇന്ന് സാക്ഷിയാവുന്നത്. സത്യമാണ്. അങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കൊല്ലമായിട്ട് പരിചയപ്പെട്ടിട്ടില്ല. 10 മാസം 30 ദിവസക്കുള്ളിൽ സാറോടെ പരിചയപ്പെട്ട് നമ്മൾ ആ പടത്തിനെ അട്ടപ്പാടിനെ കുറിച്ച് എടുത്ത് അട്ടപ്പാടി മക്കളിനെ ഇന്ന് തുറന്നു വെച്ചത് സാറാണ്. എന്നെ ഇങ്ങനെ കാണിച്ച് നാടിനെയൊക്കെ കാണിച്ച് തന്നത് സാറാണ്. അതിനെ പറയുമ്പോഴേക്കും എനിക്കൊരു വസ്പുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ സാറ് പെട്ടെന്നാണ് ഇങ്ങനെ ഞങ്ങളെല്ലാം വിട്ടിട്ട് പോയത്. ഇന്ന് വാങ്ങണ ഒരു അവാർഡിനെ സാറ് ഇരുന്ന് കാണണം, അതാണ് സന്തോഷം. അല്ലാതെ സാറ് ഇപ്പം ഇല്ല. അതുകൊണ്ടിട്ട് ഇന്ന് നാട് മക്കളാണ് കണ്ടെത്തുന്നത്. അത് ഇതേക്കാട്ടി എനിക്ക് ഭയങ്കര സങ്കടമാണ്. നമ്മൾ ഒരു കാലഘട്ടത്തിന് വീട്ടിനെ തന്നെ ഇരുന്ന ആളുകളിനെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് കാണിച്ച് അത് ചച്ചി സാറില്ലാതെ പോയാൽ നമ്മളിങ്ങനെ വരില്ലപ്പാ. അതാണ് എനിക്ക് വസ്തു. എന്തായാലും നമ്മൾ മലയാളികൾക്കും മലയാളി പ്രേക്ഷകർക്ക് വേണ്ടി ആ ഒരു പാട്ടിലൂടെയാണ് നഞ്ചിയമ്മയെ ലോകം തന്നെ അറിഞ്ഞത്. അതൊന്ന് ഒരു 2 വരി നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി പാടിത്തരാം. പാടട്ടെ. അത് തമസ് പോലെ തന്നെ ചിരിച്ചിട്ട് കൊടുത്ത പാട്ടാണ് ശശി സാർ ഏറ്റെടുത്തത്. ആ പാട്ടിന് സാറേ എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല സാറേ, നിങ്ങളാണെങ്കിൽ കൂടെ ഞാൻ പറഞ്ഞു സാറ് പോയി അഭിനയിച്ചോ നഞ്ചമ്മ ചേച്ചി, അതിനെ നീ അടിച്ച് പൊളിച്ച് പോയിക്കോ അങ്ങനെയെന്ന് പറഞ്ഞാണ് എന്നെ സിനിമയിലൊക്കെ കയറ്റിയത്. പറഞ്ഞാണ് ഞാൻ പോയത്. അത് സാറിൻ്റെ ഒരു മനസ്സ് കൊണ്ടാണ് ഞാൻ ആ പടത്തിനൊക്കെ അഭിനയിക്കാൻ പോയത്. സാറ് പോലെ ഇനി കിട്ടില്ല. അതാണ് എൻ്റെ മനസ്സുക്കുള്ളൊരു വസ്തുണ്ട്. പാടട്ടെ. കളക്കാത്ത സന്തനമേ റവകുവക പുതുറുക്കു പൂപ്പരിക്ക പോകില മൊവിമേനത്തെ പക്കിലമ്മോ ലാലേ 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 തക്കാത്ത സന്തനമേ റവകുവക പുതുറുക്കു പൂപ്പരിക്ക പോകില മൊവിമേനത്തെ പക്കിലമ്മോ തില്ലേ ലേ 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 ലോ തില്ലേ ലേ 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 ലോ പടക്കാത്ത പുങ്കമേര ബഗ പുതുറുക്കു പൂപ്പരിക്ക പോകില മൊവിമേനത്തെ പക്കിലമോ ലാലേ 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 ലാലേ. ഒത്തിരി സന്തോഷമുണ്ട്.
ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിലേക്ക് പോകുമ്പോഴും നമുക്കൊക്കെ തന്നെ ഏറ്റവും ഒരു വിഷമം സച്ചി ഇന്ന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം ദില്ലിയിൽ നിന്നും ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം വിഷ്ണു തലവൂർ.